Hi everyone, welcome to Alien IAS Ignite Foundation Daily Newspaper Analysis. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂലൈ 2-ാം തീയതിയിലെ ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ഒരു എഡിറ്റോറിയലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫിക്സിംഗ് ദ റോട്ട് എന്ന് പറയുന്ന ഈ ഒരു എഡിറ്റോറിയൽ നമ്മുടെ റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ലീക്ക് ഉണ്ടല്ലോ, അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ദെൻ യെസ് ആൻഡ് നോ എന്ന് പറയുന്ന എഡിറ്റോറിയലിൽ നമ്മുടെ ഗ്രാമസഭാസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ പലപ്പോഴും ഗവൺമെന്റ് ഇപ്പോൾ ഗ്രാമസഭേനെ പല കാര്യങ്ങളിൽ നിന്നും ഒഴിവാക്കുകയാണ്. അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു എഡിറ്റോറിയലിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ നോക്കുന്നത് ഹിന്ദുവിലെ തന്നെ ഒരു ഓപ്പഡ് ആണ്, ഓൺ കർബിംഗ് യങ് അഡൾട്ട് ഓൺ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. നമ്മൾ സോഷ്യൽ മീഡിയ കുട്ടികൾക്ക് ബാൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിനെ ആർഗ്യുമെന്റ് ചെയ്യുന്നതും അതിനെ ഒപ്പോസ് ചെയ്യുന്നത് പോലെ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ നോക്കുന്നത് ഗവൺമെന്റിന്റെ പുതിയ സെറ്റ് ഓഫ് ടെലികോം റൂൾസിനെ കുറിച്ചാണ്. അതൊരു ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് ഹിന്ദുവിൽ വന്നിട്ടുള്ളതാണ്, അത് നമ്മൾ നോക്കുന്നു. ദെൻ ലാസ്റ്റ് നമ്മൾ നോക്കുന്നത് നമ്മുടെ കോട്ടൺ സോയിൽ അല്ലെങ്കിൽ നമ്മുടെ കോട്ടൺ പ്രൊഡക്ടിവിറ്റി കൂടാത്തതിന്റെ കാരണം GM ക്രോപ്സുകൾ ഉപയോഗിക്കാത്തതല്ല, പകരം നമ്മുടെ സോയിൽ ഫെർട്ടിലിറ്റി ആണ് ഇതിന്റെ പ്രോബ്ലം എന്ന് പറയുന്ന ഈ ഒരു ഓപ്പഡ് കൂടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ന്യൂസ് ആർട്ടിക്കിൾസിൽ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഫിക്സിംഗ് ദ റൂട്ട് എന്ന് പറയുന്ന ഈ ഒരു എഡിറ്റോറിയലാണ്. അപ്പൊ ഈ ഒരു എഡിറ്റോറിയലില് നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ നമുക്ക് ഓവറോൾ അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഇന്ത്യൻ സ്റ്റേറ്റിലെല്ലാം നോക്കുന്ന സമയത്ത് കുറേ സ്ഥലങ്ങളിൽ പേപ്പർ ലീക്ക്, എക്സാം പേപ്പേഴ്സ് ലീക്ക് ആയത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ റീസെന്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നീറ്റ് മെഡിക്കൽ എൻട്രൻസ് എക്സാം അത് ഈ വർഷം ഉണ്ടായി, ഒരു 2 years ബിഫോർ 2024 ഉണ്ടായി. ദെൻ മഹാരാഷ്ട്ര ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട്. ദെൻ നോക്കുന്ന സമയത്ത് ഗുജറാത്ത്, രാജസ്ഥാൻ ആൻഡ് ജമ്മു കാശ്മീർ ഇവിടെ എല്ലാം തന്നെ ഹ്യൂജ് എമൗണ്ടില് പേപ്പർ ലീക്കുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ന്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു പേപ്പർ ലീക്കുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്നത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതായത് അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ എക്സാം പേപ്പേഴ്സിന്റെ ഇൻസൈഡർ വർക്കേഴ്സ് ആണ്. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യാനും അത് പ്രിന്റ് ചെയ്യാനും അങ്ങനെ അത് സൂക്ഷിച്ചു കൊണ്ടുപോകേണ്ട ഒരു ഇൻസൈഡർ നെറ്റ്വർക്ക് ഉണ്ടല്ലോ, ഒഫീഷ്യൽസ് ഇൻവോൾവിംഗ് ദ ഒഫീഷ്യൽസ്, പ്രിന്റിംഗ് പ്രസ് എംപ്ലോയീസ് ആൻഡ് അതർ വിത്ത് ആക്സസ് ടു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഇവരെല്ലാവരുമാണ് ആ ഒരു നെറ്റ്വർക്കിൽ പെടുന്നത്, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആക്കുന്ന ഒരു നെറ്റ്വർക്കിൽ പെടുന്നത്. അവരാണ് ഇതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്. മറ്റൊരു കാരണം എന്ന് പറയുന്നത് കോച്ചിങ് സെന്റർ നെക്സസുകളാണ്. അതായത് കുറെ കോച്ചിങ് സെന്റേഴ്സ് ഉണ്ട് ഈ ഉദ്യോഗാർത്ഥികളുടെ കയ്യിൽ നിന്ന്, പൈസ ഉള്ള ആളുകളുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങിയിട്ട്, ലാർജ് സം ഓഫ് മണി വാങ്ങിയിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് ലീക്ക് ആക്കിയിട്ട് ആളുകൾക്ക് വിൽക്കുന്ന ആ ഒരു മാർക്കറ്റും ഉണ്ട്. അപ്പോൾ ഈ ഒരു നെക്സസും ആൻഡ് ആ ഒരു നെറ്റ്വർക്കിൽ വരുന്ന എംപ്ലോയീസും ആണ് ഇതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു പേപ്പർ ഡെവലപ്പ് ചെയ്യുന്ന സംഭവം മുതൽ അത് അവിടെ എത്തുന്ന അവിടം വരേക്കുള്ള സെക്യൂരിറ്റി, വീക്ക് സെക്യൂരിറ്റി ഇൻ പേപ്പർ പ്രിപ്പറേഷൻ, പ്രിന്റിംഗ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ് എന്താണ് ഇതിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ലാക്ക് ഓഫ് അക്കൗണ്ടബിലിറ്റി എമോങ് ദോസ് റെസ്പോൺസിബിൾ ഫോർ കണ്ടക്ടിങ് എക്സാം. അത് സ്റ്റാർട്ടിങ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, എക്സാം കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അക്കൗണ്ടബിലിറ്റി കുറവുമാണ് ഇന്ത്യയിൽ എന്താണ് ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എക്സാം പേപ്പർ ലീക്കേജസ് ഉണ്ടാവുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മുടെ ഈ നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയത്, ഗുജറാത്ത്, ജമ്മു കാശ്മീർ, രാജസ്ഥാൻ ഇവിടെയൊക്കെ ഈ 2022, 23, 24 കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള പേപ്പർ ലീക്ക് എല്ലാം തന്നെ ഇതിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതൊരു സീരിയസ് കൺസേൺ ആണോ എന്ന് ചോദിച്ചാൽ വളരെ സീരിയസ് കൺസേൺ ആണ്. കാരണം നമ്മളെ പോലെ ഈ ഒരു പലതരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുന്ന വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള കുറെ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ അവരെല്ലാവരും തന്നെ എന്താണ് ആ ഒരു മെറിറ്റ് ബേസ്ഡ് സെലക്ഷനെ വിശ്വസിച്ച് വരുന്ന ആളുകളാണ്. അപ്പൊ ആ ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇവിടെ നഷ്ടമാകുന്നത് ഇങ്ങനെയുള്ള പേപ്പേഴ്സ് ഒക്കെ ലീക്ക് ആവുന്നത് വഴി. ദെൻ പബ്ലിക് ട്രസ്റ്റ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ് ഡിക്ലെയർ ചെയ്യും. ഇപ്പോൾ UPSC അല്ലെങ്കിൽ PSC അതുപോലെ തന്നെ NTA എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ കോമ്പറ്റേറ്റീവ് എക്സാം സെലക്ഷൻ ചെയ്യുന്ന ബോർഡുകളാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇന്ത്യയിലുള്ളത്. അവരിലുള്ള പബ്ലിക്കിന്റെ ട്രസ്റ്റ് എന്താണ് ഡിക്ലൈൻ ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ പബ്ലിക് ട്രസ്റ്റ് ഡിക്ലൈൻ ചെയ്യുന്ന സമയത്ത് ഇത് ഇവൻച്വലി ഗവൺമെന്റിലോട്ടുള്ള നമ്മുടെ ഒരു സിസ്റ്റത്തിലോട്ടുള്ള
ട്രസ്റ്റ് കുറവിലോട്ട് തന്നെ ഇത് ലീഡ് ചെയ്യുന്നതാണ്. ദെൻ അൺക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് എന്തായിരിക്കും ഈ ഒരു ജോബ് സെക്യൂർ ചെയ്യുന്ന രീതിയിലോട്ട് മാറും. കാരണം പൈസ ഉള്ള ആളുകൾ പൈസ കൊടുത്ത് ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങും. അതല്ലാതെയും അവരുടെ കയ്യിൽ നിന്നൊക്കെ ലീക്കായി ഈ പറയുന്ന പോലെ ഒട്ടും ക്വാളിഫൈഡ് അല്ലാത്ത ആളുകൾ പലപ്പോഴും പല വലിയ വലിയ ജോബുകളിൽ ഇരിക്കേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ വരുമ്പോൾ അത് സാധാരണ ആളുകളെ തന്നെ അഫക്റ്റ് ചെയ്യും. ദെൻ ഇന്ത്യയുടെ ഡെമോഗ്രഫിക് ഡിവിഡൻഡ് നോക്കുന്ന സമയത്ത് വളരെ ലാർജ് യങ് വർക്ക് ഫോഴ്സ് ഉണ്ട്. അതിനെന്താണ് നമുക്ക് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റാത്ത അവസ്ഥയൊക്കെ വരും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് കാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് എഡിറ്റോറിയലിൽ പറയുന്നു. അതുപോലെ തന്നെ ഇതിനകത്ത് എന്താണ് റെക്കമെൻഡേഷൻസും പറയുന്നുണ്ട്. ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ലീക്ക് കാര്യങ്ങൾ ഉണ്ടാവുന്നത് പോലെ തന്നെ എന്താണ് ഇതിനെന്താണ് നമുക്ക് റെക്കമെൻഡേഷൻസും ഉണ്ട് ഈ ഒരു ലീക്ക് കാര്യങ്ങൾ തടയാനായിട്ട്, അല്ലെങ്കിൽ സിസ്റ്റം ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. അപ്പൊ റീഫോംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എൻറ്റയർ എക്സാമിനേഷൻ പ്രോസസ്സിനെ റീഫോം ചെയ്യാം. അതായത് ഈ ഒരു കുറച്ച് ആളുകളെ അറസ്റ്റ് ചെയ്ത് ആ ഒരു ഇഷ്യൂ ക്ലോസ് ചെയ്യുന്നതിന് പകരം ആ ഒരു എൻറ്റയർ എക്സാമിനേഷന് തന്നെ പ്രോസസ്സ് ചെയ്യാം. അതായത് എക്സാം നടത്തുന്നതിന് പകരം കൂടുതൽ റീഫോംസ് കൊണ്ടുവരാം, കുറച്ചുകൂടി സ്ട്രിക്റ്റർ ആക്കാം, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. റൊട്ടേറ്റ് ആൻഡ് സ്ക്രൂട്ടനൈസ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റേഴ്സ്, അതായത് ഒരിക്കൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആളുകൾ നെക്സ്റ്റ് ഇയറിലേക്കും കൊടുക്കരുത്. അതെന്താണ് റൊട്ടേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ എന്താണ് സ്ക്രൂട്ടനൈസ് ചെയ്യണം. അപ്പൊ ഏത് ഇവര് ഉണ്ടാക്കുന്ന സെറ്റിലാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടുതൽ ലീക്ക് ആവുന്നത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ലീക്ക് ആവുന്നത്, അങ്ങനെയുള്ള ആളുകളെ ബാൻ ചെയ്യുക, അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നോംസ് കാര്യങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് ചെക്ക് കോൺഫ്ലിക്ട്സ് ഓഫ് ഇൻട്രസ്റ്റ് എമോങ് എക്സാം ഒഫീഷ്യൽസ്, ഈ എക്സാം ഒഫീഷ്യൽസിന്റെ ഇടയിലുള്ള കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് തന്നെ ചെക്ക് ചെയ്യാം. ആൻഡ് ഡിജിറ്റൽ ആൻഡ് ഫിസിക്കൽ സ്ക്രൂട്ടണി എന്താണ് കുറച്ചുകൂടി സ്ട്രോങ് ആക്കി മാറ്റണം. അതുപോലെ തന്നെ എന്താണ് ഒഫീഷ്യൽസിന്റെ ഇടയിലുള്ള അക്കൗണ്ടബിലിറ്റി കൂട്ടണം. അതുപോലെ തന്നെ എന്താണ് ഹോൾഡ് എഡ്യൂക്കേഷൻ മിനിസ്റ്റേഴ്സ് പൊളിറ്റിക്കലി റെസ്പോൺസിബിൾ വെൻ റിപ്പീറ്റഡ് ഫെയിലിയർ ഒക്കേഴ്സ് എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പേപ്പർ ഉണ്ടാവുന്ന സമയത്ത് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഇതിന് റെസ്പോൺസിബിൾ ആണ്, ആ ഒരു ഉത്തരവാദിത്തം അദ്ദേഹം ഏറ്റെടുക്കണം എന്നുള്ള കാര്യം കൂടി ഈ ഒരു എഡിറ്റോറിയൽ നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സാംസ് ഒക്കെ നടത്തുന്നത് എന്താണ് കറപ്ഷൻ ഒന്നും ഇല്ലാതെ ഒരു നല്ല ഉദ്യോഗാർത്ഥികളെ, അതായത് എക്സാം നല്ലൊരു ഗവർണൻസ് ബ്യൂറോക്രാറ്റ്സിന് നമുക്ക് ആവശ്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള എക്സാംസ് നടത്തുന്നത്. ഈ എക്സാമിന്റെ സ്റ്റേജിൽ തന്നെ കറപ്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ അവർ ഭാവിയിലോട്ട് ഫുൾ കറപ്റ്റഡ് ആയിട്ട് മാറാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പേപ്പർ ലീക്സ് എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ ആക്ട് മാത്രമല്ല, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എല്ലായിടത്തും നടക്കുന്ന ചില സ്ഥലങ്ങളിൽ നടത്തുന്ന ഒരു നിയർ ഇൻസിഡൻസ് മാത്രമല്ല. അതെന്ന് പറഞ്ഞാൽ ഇതൊരു ഗവൺമെന്റ് ഫെയിലിയറിനെ തന്നെയാണ് കാണിക്കുന്നത്. ദേ റെപ്രസെന്റ് എ ഗവർണൻസ് ഫെയിലിയർ that undermines merit, public trust and India's human capital development എന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു എഡിറ്റോറിയലിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യെസ് ആൻഡ് നോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എഡിറ്റോറിയൽ ആണ്. അപ്പോൾ ഈ ഒരു എഡിറ്റോറിയലിൽ നമ്മൾ ഗ്രാമസഭനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രാമസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വില്ലേജിലെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആ ഒരു വോട്ടേഴ്സിന്റെ അസംബ്ലി ആയിട്ടാണ് ഗ്രാമസഭനെ നമ്മൾ കാണുന്നത്. അത് നമ്മുടെ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിന്റെ ഭാഗമായിട്ട് 1992 നമ്മൾ ഈ പറയുന്ന ഗ്രാമസഭാസിന്റെ ഒക്കെ ഒരു സ്റ്റാർട്ടിങ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ആ ഒരു ഇയറിലൊക്കെയാണ്. ഈ ഒരു 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ഒക്കെയാണ് ഗ്രാമസഭയുടെ സ്റ്റാർട്ടിംഗ് ഒക്കെ വരുന്നത്. ഈ ഒരു ഗ്രാമസഭയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ഓഫ് ഗ്രാസ് റൂട്ട് ഡെമോക്രസിയാണ്. അതായത് സാധാരണക്കാരിലായിട്ടുള്ള ആളുകളിലേക്ക് എത്തുക, എല്ലാവരിൽ നിന്നും ഉള്ള ആ ഒരു പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഗ്രാമസഭ വിചാരിച്ചിരിക്കുന്നത്. അതായത് അലോവിങ് വില്ലേജേഴ്സ് ടു ഡിസ്കസ് ആൻഡ് ഡിസൈഡ് ഓൺ ലോക്കൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് വില്ലേജേഴ്സ് എല്ലാവരും കൂടിയിരുന്ന് അതിനെ ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താം. ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഗ്രാമസഭയുടെ മെയിൻ ജോബ് കാര്യങ്ങൾ വരുന്നത്. അപ്പൊ നമ്മൾ ഇപ്പോൾ പല കാര്യങ്ങളും നോക്കുന്ന സമയത്ത് എന്താണ് അങ്ങനെ ഈ പണ്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു എയിം ഒന്നും ഇപ്പൊ തന്നെ ഗ്രാമസഭയ്ക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്ന് മനസ്സിലാവും. കാരണം അതിനകത്ത് കുറെ ബാരിയേഴ്സ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഇതിനകത്തുള്ള പാർട്ടിസിപ്പേഷൻ കുറയുന്നു. ആളുകൾ ഗ്രാമസഭയിൽ പങ്കെടുക്കുന്നത് കുറവാണ്. അതായത് ഫ്യൂവർ ആയിട്ടുള്ള ആളുകൾ, കുറച്ച് ആളുകൾ മാത്രമാണ് ഗ്രാമസഭ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് അവര് ഗ്രാമസഭയിൽ ചെല്ലുന്നു, അവര് പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ആരും കേൾക്കുന്നില്ല. അതായത് ആ ഒരു വില്ലേജേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ എന്താണ് അവിടെ ഒരു മീനിങ് ഇല്ല എന്ന് അവർക്ക് തോട്ടുണ്ടാവുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ ഇപ്പൊ ഈ ഒരു മീറ്റിങ്ങിലോട്ട് വരാതെ ആവുന്നത്. അപ്പോൾ നമ്മൾ എന്താണ്
ഇപ്പൊ ഗവൺമെന്റ് വിചാരിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ പാർട്ടിസിപ്പേഷൻ കുറവാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ് ഇനി ഒരു ഡിജിറ്റൽ മോണിറ്ററിംഗ് കാര്യങ്ങൾ കൊണ്ടുവരാം എന്നുള്ളതാണ് വിചാരിക്കുന്നത്. പക്ഷെ ആളുകൾക്ക് തോന്നുകയാണ് അവരുടെ ആ ഒരു വേർഡ്സിന് വാല്യൂ ഇല്ല എന്ന് തോന്നുന്നത് കൊണ്ടാണ് അവർ അവിടെ വരാതിരിക്കുന്നത്. അപ്പൊ അവിടെ ഒരു ഡിജിറ്റൽ മോണിറ്ററിംഗ് കൊണ്ടുവന്നത് കൊണ്ടോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും തന്നെ എന്താണ് ആ ഒരു റൂട്ട് കോസസിനെ നമുക്ക് കളയാനായിട്ട് പറ്റില്ല. അപ്പൊ ഇൻസ്റ്റെഡ് ഓഫ് അഡ്രസ്സിംഗ് ദ പ്രോബ്ലം ദ ഗവൺമെന്റ് പ്രൊപ്പോസസ് മോർ മീറ്റിംഗ് ആൻഡ് ഗ്രേറ്റർ ഡിജിറ്റൽ മോണിറ്ററിംഗ് വിച്ച് മേ ഇൻക്രീസ് ദ ബർഡൻ വിത്തൗട്ട് സോൾവിംഗ് ദ റൂട്ട് ഇഷ്യൂ എന്ന് നമുക്ക് മനസ്സിലാവാനായിട്ട് പറ്റും. ആ ഒരു കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. ദെൻ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗ്രാമസഭാസ് എന്ന് പറഞ്ഞാൽ മിയർലി ഒരു ഇംപ്ലിമെന്റിംഗ് ഏജൻസീസ് ആയിട്ട് മാറുന്നു. ഗ്രാമസഭയുടെ ആ ഒരു തീരുമാനം അല്ലെങ്കിൽ ഗ്രാമസഭനെ നമ്മൾ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വഴി അതിനെ ഫൗണ്ട് ചെയ്തത് തന്നെ എന്താണ് അതൊരു ഡിസിഷൻ മേക്കിംഗ് ബോഡി ആവാൻ വേണ്ടിയിട്ടാണ് ഗ്രാമസഭേനെ ഡെവലപ്പ് ചെയ്തത്. കാരണം ഒരു റൂറൽ ഏരിയയിൽ ആ ഒരു റീജിയനിലെ ഡെവലപ്മെന്റ് കാര്യങ്ങൾ വേണോ, അല്ലെങ്കിൽ എത്ര കൂടുതൽ വേണം, അല്ലെങ്കിൽ അത് എവിടെ വേണം എന്നുള്ള കാര്യങ്ങൾ ആ ഒരു റൂറൽ ആയിട്ടുള്ള ആളുകൾ കൂടി ചേർന്നെടുക്കേണ്ട ഡിസിഷൻസ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് അതിന്റെ ആ ഒരു പ്രോഗ്രാം അത്രത്തോളം സക്സസ്ഫുൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഒരു ഡിസിഷൻ മേക്കിംഗ് ബോഡി ആയിട്ടാണ് നമ്മൾ ഗ്രാമസഭേനൊക്കെ ഡെവലപ്പ് ചെയ്തത്. പക്ഷെ ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്തും പല സമയത്തും ഈ ഒരു ഗവൺമെന്റിന്റെ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് സ്കീമുകളുടെ ഒരു അപ്രൂവൽ അല്ലെങ്കിൽ ഇംപ്ലിമെന്റിംഗ് ബോഡി ആയിട്ട് എന്താണ് ഗ്രാമസഭ മാറുന്നു. ഇപ്പൊ ഗവൺമെന്റ് തീരുമാനിക്കുകയാണ് ഇവിടെ ഇവർ പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ഇൻഡസ്ട്രി വരാനായിട്ട് പോവുകയാണെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ആളുകളുടെ സൈൻ വാങ്ങിക്കുന്ന ഒരു ഇത് മാത്രമായിട്ട് ഗ്രാമസഭ മാറുന്നു. ഇതൊരു എക്സാമ്പിൾ പറയുന്നതാണ്. മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇൻഡസ്ട്രി വരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഗ്രാമസഭയിൽ വന്ന് അവിടുത്തെ ആളുകൾ കൂടിയിരുന്ന് അതിനെ ഡിസ്കസ് ചെയ്ത് അതിനെ ഡിസൈഡ് ചെയ്തിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അവർ കൂടിയിട്ട് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഇന്ന സ്ഥലത്താണ് തീരുമാനിക്കുന്നു, വരുന്നു, അവിടെ വന്നു കഴിയുമ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ ഹെൽപ്പ് ചോദിക്കുന്നു, അല്ലെങ്കിൽ ഇവരതിൽ അങ്ങനെ മാറുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ദർ ഓട്ടോണമി ഹാസ് ബീൻ സിഗ്നിഫിക്കൻ്റ്ലി റെഡ്യൂസ്ഡ്. ഗ്രാമസഭയുടെ ഓട്ടോണമി എന്താണ് വളരെ സിഗ്നിഫിക്കൻ്റ്ലി റെഡ്യൂസ് ആയിട്ടും കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എന്താണ് എക്കണോമിക് ബാരിയേഴ്സും പാർട്ടിസിപ്പേഷൻ കുറയ്ക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അതായത് റൂറൽ വർക്കേഴ്സ് അവർ ഡെയിലി വേജസിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ ഈ ഒരു ഗ്രാമസഭ ഒക്കെ വർക്ക് ചെയ്യുന്നത് അവർക്ക് വർക്കുള്ള ദിവസമാണെങ്കിൽ എന്താണ് അവർക്ക് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് അവർക്ക് ഒരു ദിവസത്തെ ജോലി വേണ്ടാന്ന് വെച്ചിട്ട് ആ ഒരു പൈസ വേണ്ടാന്ന് വെച്ചിട്ട് ഒരു മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതും ഈ ഒരു പാർട്ടിസിപ്പേഷൻ കുറയുന്നതിന് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീഷ്യൽസ് നോക്കുമ്പോൾ ഓവർലോഡ് വിത്ത് അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ് ഇതിനകത്ത് പങ്കെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ കുറെ പ്രായമായിട്ടുള്ള വീട്ടില് ജോലി കുറവുള്ള അങ്ങനെയുള്ള കുറച്ച് ആളുകൾക്ക് മാത്രമൊക്കെയാണ് ഇതിനകത്ത് പങ്കെടുക്കാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ എന്താണ് പ്രോബ്ലംസ് ലൈക്ക് MG നരേഗ പേയ്മെന്റ് ഡിലേസ് ആൻഡ് സെർവന്റ് ഇറേഴ്സ് ഫർദർ റെഡ്യൂസ് പബ്ലിക് ട്രസ്റ്റ്. പബ്ലിക് ട്രസ്റ്റ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അതായത് MG നരേഗയുടെ പേയ്മെന്റ് ഡിലേ ആവുന്നതും അതുപോലെ തന്നെ MG നരേഗയുടെ തന്നെ സെർവർ ഇറേഴ്സ് കാര്യങ്ങളൊക്കെ. അപ്പൊ ആ ഒരു പബ്ലിക് ട്രസ്റ്റ് നഷ്ടപ്പെടുമ്പോൾ ആളുകൾക്ക് ഗ്രാമസഭ പോലുള്ളതിലൊന്നും പങ്കെടുക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ദെൻ അതുപോലെ തന്നെ എന്താണ് ഫിനാൻഷ്യൽ ഓട്ടോണമി എന്ന് പറഞ്ഞത് വളരെ കുറവാണ്. ഇപ്പൊ ഗ്രാമസഭനെ സംബന്ധിച്ചിടത്തോളം ഗ്രാമപഞ്ചായത്തുകൾക്ക് സ്പെൻഡിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പൊ അവർക്ക് കിട്ടുന്ന റവന്യൂ കുറവാണ്. അപ്പൊ അത് വെച്ചിട്ട് വേണം അവർ വർക്ക് ചെയ്യാനായിട്ട്. അപ്പൊ അവർ കൂടുതൽ എന്താണ് ഗ്രാൻസിന് വേണ്ടിയിട്ട് ഹയർ ഗവൺമെന്റ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഹയർ ഗവൺമെന്റ്സ് ഇവർ പറയുന്ന സംഭവങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രം പൈസ കൊടുക്കുന്ന രീതിയിലോട്ടൊക്കെ മാറുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രാമപഞ്ചായത്തുകളുടെ ഫിനാൻഷ്യൽ ഓട്ടോണമി നഷ്ടപ്പെടുന്നു. അപ്പൊ ആളുകൾക്ക് എന്താണ് ഇനിയിപ്പോ ഇതിനകത്ത് പങ്കെടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള തോട്ടൊക്കെ അത് ഡെവലപ്പ് ചെയ്യുന്നു. ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമസഭകളുടെ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തുകളുടെ ഒരു പവർ ആയിരുന്നു പെസ എന്ന് പറയുന്നത്. PESA പഞ്ചായത്ത് എക്സ്റ്റൻഷൻ ടു സ്കെഡ്യൂൾ ഏരിയാസ് ആക്ട് 1996 പെസ ആക്ട് എന്ന് പറയും. അതായത് ഇപ്പൊ ഷെഡ്യൂൾ ഏരിയയിലുള്ള ഗ്രാമസഭാസ് ആണ് അവിടുത്തെ ഡെവലപ്മെന്റിനായിട്ടുള്ള ലാൻഡ് അക്യൂസേഷൻ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരുന്നത്. അതായത് ഒരു ലാൻഡ് അക്യൂസേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ അപ്രൂവൽ കൊടുക്കേണ്ടത് ആ ഒരു പഞ്ചായത്ത് കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അവിടെ ഒരു മൈനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഷെഡ്യൂൾ ഏരിയയിലുള്ള ആളുകളെ അറിയിച്ച് അവർ മീറ്റിംഗ് കൂടി അതിന്റെ ഇൻഫോർമേഷൻ മുമ്പ് ഇൻഫോം ചെയ്ത് അവർ അപ്രൂവൽ കൊടുത്താലൊക്കെയാണ് അത് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ. പക്ഷെ അതൊന്നും ഇപ്പൊ പാലിക്കുന്നില്ല. നമ്മളത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഇഷ്യൂസിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ എന്താണ് കമ്മ്യൂണിറ്റി ഫോറസ്റ്റ് റിസോഴ്സ് പ്രൊട്ടക്ഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഈ പറയുന്ന ഷെഡ്യൂൾ ഏരിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇതിന്റെ തീരുമാനങ്ങളൊക്കെ
നറുക്കെടുക്കുന്നത് പഞ്ചായത്തുകളായിരുന്നു. അപ്പൊ അവരുടെയൊക്കെ പവർ ആൻഡ് ഓട്ടോണമി നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ദ ഗവൺമെന്റ് ഓഫൺ ബൈപാസസ് ദീസ് പവേഴ്സ് ഓർ ക്ലെയിം ലോ പാർട്ടിസിപ്പേഷൻ ടു ജസ്റ്റിഫൈ ദെയർ ഡിസിഷൻസ്. അപ്പൊ ഇതിനകത്തൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റ് തീരുമാനങ്ങൾ എടുക്കുന്നു. ഗവൺമെന്റ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് അവിടെ ആളുകളുടെ പാർട്ടിസിപ്പേഷൻ കുറവാണ്, അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കുന്നു എന്നുള്ള ന്യായങ്ങൾ പറഞ്ഞ് ഗ്രാമസഭയുടെ പവർ കാര്യങ്ങൾ എന്താണ് ഗവൺമെന്റ് കുറച്ചു കൊണ്ടുവരികയാണ് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മീറ്റിംഗ് വെച്ചിട്ട് ആ ഒരു മീറ്റിംഗിലെ ആളുകളുടെ എണ്ണം നോക്കുക, അല്ലെങ്കിൽ ആളുകളുടെ എണ്ണം ഇല്ലാത്തത് കൊണ്ട് കുറെ മീറ്റിംഗ് വെക്കുക, അത് ഡിജിറ്റൽ മോണിറ്റർ ചെയ്യുക, കുറെ പേപ്പർ വർക്ക് ഉണ്ടാക്കിയാലൊന്നും തന്നെ ഗ്രാമസഭയിലെ ആളുകളുടെ പാർട്ടിസിപ്പേഷൻ കൂടില്ല. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ഗ്രാമസഭയുടെ ഫൗണ്ടിങ് ആയിട്ടുള്ള എയിം ഉണ്ടല്ലോ, അതായത് അവരൊരു ഡിസിഷൻ മേക്കിംഗ് ബോഡിയാണ്, അതിന്റെ ആ ഒരു പവർ അവർക്ക് തിരിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ അവർക്ക് ഫിനാൻഷ്യൽ ഓട്ടോണമി കൊടുക്കണം പഞ്ചായത്തുകൾക്കൊക്കെ. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു പബ്ലിക് പാർട്ടിസിപ്പേഷൻ കൂട്ടാനും ട്രസ്റ്റ് കൂട്ടാനൊക്കെ പറ്റുള്ളൂ. അതുപോലെ തന്നെ റെസ്പെക്ടിങ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പവർ ഗ്രാൻഡഡ് അണ്ടർ ദ 73rd അമെൻമെന്റ് ആൻഡ് പെസ ആക്ട് എന്നാണ് നടക്കണം. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് പാർട്ടിസിപ്പേഷൻ ഈസിയർ ഫോർ റൂറൽ വർക്കേഴ്സ് ബൈ അഡ്രസ്സിംഗ് ലൈവ്ലിഹുഡ് കൺസ്ട്രെയിൻ. അതായത് നമ്മുടെ റൂറൽ ഏരിയാസിലുള്ള ആളുകൾക്കൊക്കെ ആ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ ആ മീറ്റിംഗ് കാര്യങ്ങൾ എന്താണ് അവരുടെ ടൈമിന് കൂടി നിൽക്കുന്ന രീതിയിൽ, അതായത് അവരുടെ ആ ഒരു വർക്കിനെ അഫക്ട് ചെയ്യാതെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലൈവ്ലിഹുഡിനെ അഫക്ട് ചെയ്യാത്ത രീതിയിൽ ഒക്കെ വേണം അവർക്ക് നമ്മൾ ഈ ഒരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട്. അങ്ങനെയൊക്കെ വെച്ചാൽ മാത്രം എന്താണ് ആളുകളുടെ പാർട്ടിസിപ്പേഷൻ കൂടുകയുള്ളൂ. അപ്പോൾ ഇന്ത്യയുടെ ഗ്രാസ് റൂട്ട് ഡെമോക്രസി മീനിങ് ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ അവിടെ ഗ്രാമസഭാസ് വേണം. ഈ ഗ്രാമസഭാസിനെ നമ്മൾ എംപവർ ചെയ്യിക്കണം. അവര് ശരിക്കും എന്താണ് റിയൽ ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ട് തന്നെ കൊണ്ടുപോകണം. അല്ലാതെ ഒരു പവർ ഇല്ലാത്തൊരു ഓട്ടോണമി ഇല്ലാത്തൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്കി മാറ്റരുത്. റാദർ ദാൻ മിയർലി അപ്രൂവിങ് സ്കീംസ് ഡിസൈൻഡ് ബൈ ഹയർ ലെവൽ ഓഫ് ഗവൺമെന്റ് എന്നുള്ള രീതിയിലോട്ട് നമ്മൾ ഈ ഒരു ഗ്രാമസഭാസിനെ മാറ്റരുത്. അത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു എഡിറ്റോറിയലിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓൺ കർബിംഗ് യങ് അഡൾട്ട് ഓൺ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈ ഒരു ഓപ്പഡ് ആണ്. അപ്പൊ ഈ ഒരു ഓപ്പഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കുറെ നാളായിട്ട് ഇപ്പൊ പല കൺട്രീസ് എന്താണ് കുട്ടികൾക്ക് ഈ സോഷ്യൽ മീഡിയ ബാൻ ചെയ്യണം. ഇപ്പൊ ഫസ്റ്റ് ഓസ്ട്രേലിയ ബാൻ ചെയ്തു. ഇപ്പൊ UK പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള കെയർ സ്റ്റാർമർ എന്താണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അണ്ടർ 16 വയസ്സായിട്ടുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ബാൻ ചെയ്തു എന്ന് പറയണം. ഇതൊരു ചെയിൻ ഓഫ് റിയാക്ഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാവും. അതായത് ഫസ്റ്റ് ഓസ്ട്രേലിയ, ദെൻ ഇന്തോനേഷ്യ, മലേഷ്യ, ഫ്രാൻസ്, കാനഡ, അങ്ങനെ ഓരോ കൺട്രീസ് അതിനുശേഷം സോഷ്യൽ മീഡിയാസ് ബാൻ ചെയ്ത് കൊണ്ടുവരുന്നു 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക്. അപ്പൊ ഇനി ഇത് വരാൻ പോകുന്ന എവിടേക്കാ? ഇന്ത്യയിലേക്കായിരിക്കും. അപ്പൊ ഇത് ഇന്ത്യയിലും ഒരു പ്രഷർ വരുത്തുന്നുണ്ട്. അതായത് 16 വയസ്സായിട്ടുള്ള അല്ലെങ്കിൽ അതിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ബാൻ ചെയ്യണോ വേണ്ടോ എന്നുള്ളൊരു കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യത്തിൽ നോക്കുന്ന സമയത്ത് നമുക്ക് പലതരത്തിലുള്ള ആർഗ്യുമെന്റ്സ് കാണാനായിട്ട് പറ്റും. അപ്പൊ കുറെ കാര്യങ്ങൾ എന്താണ് ഈ ഒരു സോഷ്യൽ മീഡിയ ബാനിനെ ഫേവർ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ഒരു ബാനിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പറയുന്നത് ഇങ്ങനെ ഉള്ള ബാനൊക്കെ എന്താണ് അല്ലെ, സോഷ്യൽ മീഡിയ ഉപയോഗം എന്ന് പറയുന്നത് 16 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം എന്താണ് അത് അഡിക്ഷനിലോട്ട് ലീഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആൻസൈറ്റി, സൈബർ ബുള്ളിങ്, അതുപോലെ തന്നെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് കുട്ടികളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം കുഞ്ഞു കുട്ടികളാണ്, അപ്പൊ പലപ്പോഴും വളരെ മോശമായിട്ടുള്ള കമന്റ് കാര്യങ്ങൾ പറയാറുണ്ട്. അതുപോലെ തന്നെ അവർക്ക് കിട്ടുന്ന ആ ഒരു പോപ്പുലാരിറ്റി വളരെ വലുതാവുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ പ്രൈവസി നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് കുട്ടികൾക്ക് പല മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഈ ഒരു സോഷ്യൽ മീഡിയ അഡിക്ഷൻ വഴി വരുന്നുണ്ട് എന്നുള്ളത് സപ്പോർട്ടിങ് ആർഗ്യുമെന്റ് ആണ്. അതുപോലെ തന്നെ എക്സ്പോസ് ചിൽഡ്രൻ ടു ഹാംഫുൾ ഓർ ഇൻഅപ്രോപ്രിയേറ്റ് കണ്ടക്ട്, അതായത് കുട്ടികളുടെ ഇപ്പൊ ഈ ഒരു സോഷ്യൽ മീഡിയ കാര്യങ്ങളും ഉള്ളതുകൊണ്ട്, ഡീപ് ഫേക്ക് കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പൊ കുട്ടികളെ തന്നെ ഒരു പലതരത്തിലുള്ള കോണ്ടന്റ് ആക്കി മാറ്റുന്നുണ്ട്. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാംഫുൾ ആണ്. അത് ഇത് പറയുന്ന ഒരു സപ്പോർട്ടിങ് ആർഗ്യുമെന്റ് തന്നെയാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസസ് അൽഗോരിതം ഡിസൈൻ ടു മാക്സിമൈസ് സ്ക്രീൻ ടൈം ആൻഡ് എൻഗേജ്മെന്റ്. ഇപ്പോ ഒരു കുട്ടി ഉപയോഗിക്കുന്ന അൽഗോരിതംസ് ഉപയോഗിച്ചിട്ടാണ് ഈ സോഷ്യൽ മീഡിയാസ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവര് ആ കുട്ടികളെ മാക്സിമം അതിനുള്ളിൽ പിടിച്ചിരുത്തുക, ഒരു സ്ക്രീൻ ടൈം കൂട്ടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പൊ
ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും അത് മാറ്റുക അങ്ങനത്തെ ഒന്നുമില്ല. അപ്പൊ ഇതൊക്കെ എന്താണ് കുട്ടികളുടെ ആ ഒരു കോൺസെൻട്രേഷൻ പവർ ഇതിനെയൊക്കെ എന്താണ് വളരെ നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് അവരുടെ സ്ലീപ്പിനെ അഫക്റ്റ് ചെയ്യും, ഇമോഷണൽ വെൽബീയിങ്ങിനെയൊക്കെ അഫക്റ്റ് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്, ഇതൊരു ഈ ഒരു ഇതിനൊക്കെ ഫേവർ ചെയ്യുന്ന രീതിയിലുള്ള, ഇപ്പൊ സോഷ്യൽ മീഡിയ ബാനിനെ ഫേവർ ചെയ്യുന്ന രീതിയിലുള്ള ആർഗ്യുമെന്റ് കാര്യങ്ങളാണ്. പക്ഷെ ആ സമയത്ത് തന്നെ ഇതിന് കുറെ നെഗറ്റീവ് എഫക്റ്റ് ഉണ്ട് എന്നും ഈ ഒരു എഡിറ്റോറിയലിൽ പറയുന്നുണ്ട്. അപ്പൊ അവര് പറയുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഈ ഒരു സോഷ്യൽ മീഡിയ ബാൻ വേണ്ട എന്ന് പറയുന്നത്? അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത്, ബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഫോഴ്സ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ പണ്ടും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഇപ്പൊ 18 വയസ്സായിട്ടുള്ള ആളുകൾക്ക് മുമ്പ് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എടുക്കാൻ പാടുള്ളൂ. അപ്പൊ ആളുകൾ എന്ത് ചെയ്യും, ഫേക്ക് ആയിട്ടുള്ള ഐഡന്റിറ്റീസ് വെച്ചിട്ട് അല്ലെങ്കിൽ പാരന്റ്സിന്റെ ഒക്കെ പേരിൽ സോഷ്യൽ മീഡിയാസ് എടുക്കും, ഉപയോഗിക്കും. അപ്പൊ കംപ്ലീറ്റ്ലി ബാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആരാ ഉപയോഗിച്ചതെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ വീക്ക് ആയിട്ടുള്ള ഏജ് വെരിഫിക്കേഷൻ സിസ്റ്റത്തിനൊക്കെ എന്താണ് സുഖമായിട്ട് ബൈപാസ് ചെയ്യാനായിട്ട് ആൾക്കാർക്ക് പറ്റുന്ന കാര്യമാണ്. അപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള വെരിഫിക്കേഷൻ വരുന്ന സമയത്ത് എന്താണ്, അവരുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള പേഴ്സണൽ ഡാറ്റ ഒക്കെ കളക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പൊ അത് അവരുടെ റൈറ്റ് ടു പ്രൈവസിക്ക് എതിരാണ്. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത്, ഓരോ ആളുകൾ ഇതിനെ റെസ്പോണ്ട് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിരിക്കും. കാരണം ഓരോ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഈച്ച് ആൻഡ് എവറി ചിൽഡ്രൻ ആർ വൾണറബിൾ. അതായത് ഓരോ കുട്ടികളും ഓരോ സോഷ്യൽ എക്കണോമിക്കൽ സ്ഫിയറിൽ വരുന്ന ആളുകളാണ്. അപ്പൊ പല കുട്ടികളും ഈ ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് അവരുടെ സ്റ്റഡീസിനായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻകം കാര്യത്തിനും ഒക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ കംപ്ലീറ്റ്ലി അവർക്ക് ബാൻ ചെയ്യുന്ന സമയത്ത് അവരെ തന്നെ അത് മൊത്തത്തിൽ അഫക്റ്റ് ചെയ്യും. നോട്ട് എവറി ചൈൽഡ് ഈസ് ഈക്വലി വൾണറബിൾ. ദ ഇമ്പാക്ട് ഡിപ്പെൻഡ്സ് ഓൺ ഏജ്, ഫാമിലി സപ്പോർട്ട്, എഡ്യൂക്കേഷൻ ആൻഡ് ഡിജിറ്റൽ ലിറ്ററസി. ദ ബ്ലാങ്കറ്റ് ബാൻ ഇഗ്നോർസ് ദീസ് ഡിഫറൻസസ്. അതും നമുക്ക് മനസ്സിലാവാനായിട്ട് പറ്റുന്നതാണ്. ദെൻ ഏറ്റവും വലിയൊരു റിസ്ക് എന്ന് പറഞ്ഞാൽ, ഈ കുട്ടികൾ ഇങ്ങനെ സോഷ്യൽ മീഡിയാസ് ബാൻ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സംഭവത്തിലോട്ട് പോകും. അത് പലപ്പോഴും എന്താണ്, അൺസേഫ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ആയിരിക്കാം. അതിന്റെ എക്സാമ്പിൾ ആണ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ കുട്ടികൾക്ക് ബാൻ ചെയ്ത സമയത്ത് അവർ ലെസ് റെഗുലേറ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിലോട്ട് ചേഞ്ച് ചെയ്തു. അപ്പൊ അത് ഉപയോഗം കുറയ്ക്കല്ല ചെയ്യുന്നത്, ആളുകൾ ഓൾട്ടർനേറ്റീവ് മെത്തേഡിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്താണ്, ഈ ഇഷ്യൂസിലോട്ട് പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് എന്ന് ഈ ഒരു എഡിറ്റോറിയലിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അതിനകത്ത് എന്താണ്, അപ്പൊ നമുക്ക് മൊത്തത്തിൽ അതിന്റെ സോഷ്യൽ മീഡിയ ബാനിന്റെ ഫേവർ ചെയ്യുന്ന ആർഗ്യുമെന്റ്സ് നമ്മൾ കണ്ടു. ഇതെന്തുകൊണ്ട് ബാൻ ചെയ്യണ്ട എന്ന് പറയുന്ന കാര്യങ്ങളും കേട്ടു. ദെൻ ഇതിനകത്ത് പറയുന്നത്, ഇതിന് എന്തൊക്കെ റെക്കമെൻഡേഷൻസ് ഉണ്ട്, അതായത് നമുക്ക് ഈ ഒരു ബാൻ ചെയ്യാതെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേറെ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇൻസ്റ്റെഡ് ഓഫ് ബാനിങ് ചിൽഡ്രൻ, ഗവൺമെന്റ് ഷുഡ് മേക്ക് പ്ലാറ്റ്ഫോം അക്കൗണ്ടബിൾ ഫോർ ഹാംഫുൾ കണ്ടന്റ്. അതായത് സോഷ്യൽ മീഡിയ ബാൻ ചെയ്യാതെ സോഷ്യൽ മീഡിയ ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ഫേസ്ബുക്ക്, മെറ്റ, അവര് പോലെയുള്ള ആളുകൾ, അവരെ അക്കൗണ്ടബിൾ ആക്കി മാറ്റാം. അപ്പൊ അവരോട് ഈ പറയുന്ന ഹാംഫുൾ ആയിട്ടുള്ള കണ്ടന്റ് കാര്യങ്ങൾ കുട്ടികൾക്ക് എത്തുന്ന രീതിയിലോട്ട് അൽഗോരിതം സെറ്റ് ചെയ്യരുത്. അല്ലെങ്കിൽ കുട്ടികളുടെ വീഡിയോസ് കാര്യങ്ങൾ എന്താണ്, വേറെ മിസ്യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അത് അവരെ കൊണ്ട് അക്കൗണ്ടബിൾ ആക്കി മാറ്റുകയാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്. ദെൻ എൻഷുർ പ്ലാറ്റ്ഫോംസ് ട്രാൻസ്പാരന്റ് റെക്കമെൻഡേഷൻ അൽഗോരിതംസ്. അതായത് കുട്ടികൾക്ക് നീറ്റ് ആയിട്ടുള്ള, അവർക്ക് ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷണൽ പർപ്പസ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള അൽഗോരിതംസ് മാത്രം സെറ്റ് ചെയ്യുക എന്ന് പറയാം. ദെൻ സേഫർ ഡിജിറ്റൽ സ്പേസുകൾ ഡിസൈൻ ചെയ്യുക, അത് ഡെവലപ്പ് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്, പ്രൈവസി പ്രൊട്ടക്ഷൻ കാര്യങ്ങൾ സ്ട്രെങ്തൻ ചെയ്യിക്കാം. ഒരു കാരണവശാലും കുട്ടികളുടെ പ്രൈവസി പുറത്ത് നഷ്ടപ്പെടാൻ പാടില്ല. പ്രൈവസി നഷ്ടപ്പെട്ട് അവരുടെ കാര്യങ്ങൾ വേറെ സൈറ്റുകളിലും അതിലും ഒന്നും പോകാനായിട്ട് പാടില്ല. ആൻഡ് റിക്വയർ പ്ലാറ്റ്ഫോം ടു ഇംപ്ലിമെന്റ് ഇഫക്റ്റീവ് ചൈൽഡ് സേഫ്റ്റി മെഷേഴ്സ്. ചൈൽഡ് സേഫ്റ്റി മെഷേഴ്സ് അവർ നോക്കിയിട്ടുണ്ടെന്ന്, ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെന്ന് പ്ലാറ്റ്ഫോംസ് കൃത്യമായിട്ട് ഉറപ്പുവരുത്തണം. അപ്പൊ ആ ഒരു കാര്യങ്ങൾ എന്താണ് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ഫോക്കസ് ഷുഡ് ബി ഷിഫ്റ്റ് ഫ്രം റെസ്ട്രിക്റ്റിംഗ് ആക്സസ് ടു ഇംപ്രൂവിംഗ് പ്ലാറ്റ്ഫോം ഗവർണൻസ് ആക്കി മാറ്റണം എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഈ ഒരു ബാൻ കൊണ്ടുവരാതെ, റെസ്ട്രിക്റ്റ് ചെയ്യാതെ പ്ലാറ്റ്ഫോമിന്റെ ഗവർണൻസിന് എന്താണ്, നമ്മളത് ഇംപ്രൂവ് ചെയ്യാണ് വേണ്ടത് എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് തന്നെ എന്താണ്, നമുക്ക് റെഗുലേഷൻസിലും കുറെ ചാലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഈ ഗവൺമെന്റ് ഇപ്പോൾ ഈ ടെക്നോളജി കാര്യങ്ങൾക്കൊക്കെ എന്താണ്, വലിയ ലാർജ് ടെക് കമ്പനീസിനെയൊക്കെയാണ് അവർ റിലേ ചെയ്യുന്നത്. അപ്പോൾ അവർ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻസ് കൊടുക്കുന്ന സമയത്ത് അവരതൊന്നും ഫേവർ ചെയ്യണമെന്നില്ല. ബിക്കോസ് ഗവൺമെന്റ് തന്നെ പല, ഇപ്പോൾ ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം ഒക്കെ എന്താണ്, ഗവൺമെന്റ് അവരുടെ കുറെ കോണ്ടന്റ് കാര്യങ്ങളും ഒക്കെ ഇടുന്നുണ്ട്. അപ്പൊ അവരും സോഷ്യൽ മീഡിയാസിനെ റിലേ ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ ഗവൺമെന്റിന് അങ്ങനെ ഒറ്റയടിക്ക് പോയിട്ട് സോഷ്യൽ മീഡിയാസിനോട്
ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാനായിട്ട് പറ്റില്ല എന്നൊരു ചാലഞ്ച് അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രോങ്ങർ ആയിട്ടുള്ള റെഗുലേഷൻസിന് വേണ്ടിയിട്ട് എന്താണ് ടെക്നിക്കൽ എക്സ്പേർട്സും അതുപോലെ തന്നെ പൊളിറ്റിക്കലി വില്ലായിട്ടുള്ള ആളുകളൊക്കെ ആവശ്യമാണ്. അപ്പൊ അതൊക്കെ സ്ട്രെങ്തൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്രൈവസി പ്രൊട്ടക്ഷൻ ആവശ്യമായിട്ടുള്ള ഡിസൈൻ കാര്യങ്ങളും അതിന്റെ വേണ്ടിയിട്ടുള്ള മാപ്പിംഗ് കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. അപ്പൊ അതിന്റെയൊക്കെ കുറവ് എന്താണ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കുട്ടികൾക്ക് ഈ സോഷ്യൽ മീഡിയ ബാൻ ചെയ്തതുകൊണ്ട് മാത്രം നമുക്ക് ഈ പ്രോബ്ലംസ് ഒന്നും സോൾവ് ചെയ്യാനായിട്ട് പറ്റില്ല. അവിടെ മോർ സസ്റ്റൈനബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെ സേഫ്, ട്രാൻസ്പാരന്റ് ആൻഡ് അക്കൗണ്ടബിൾ ആക്കി മാറ്റുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പറയാനായിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടെലികോം റൂൾസിനെ കുറിച്ചാണ്. ഇപ്പോൾ ഗവൺമെന്റ് പുതിയ ടെലികോം റൂൾസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻ ആക്ട് 2022 എന്ന് പറയുന്നത്, ഈ ടെലികമ്മ്യൂണിക്കേഷൻ ആക്ട് 2022 എന്ന് പറയുന്നത് നമ്മുടെ മുമ്പത്തെ പണ്ട് കൊളോണിയൽ കാലത്തുള്ള ടെലികമ്മ്യൂണിക്കേഷൻ ആക്ട് ഒക്കെയായിരുന്നു നമുക്കുള്ളത്. അതായത് ഇന്ത്യൻ ടെലികമ്മ്യൂണിക്കേഷൻ ആക്ട് 1885 അപ്പൊ അതിനൊക്കെ മാറ്റിയിട്ടാണ് ഇപ്പൊ വന്നിട്ടുള്ള ആക്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് 3 മേജർ റൂൾസ് ആണ് ഇതിന്റെ അണ്ടറിൽ വരുന്നത്. ഒന്നെന്ന് പറയുന്നത് ടെലികമ്മ്യൂണിക്കേഷൻ ഓതറൈസേഷൻ ഫോർ പ്രൊവിഷൻ ഓഫ് പ്രിൻസിപ്പൽ ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് റൂൾ 2026. രണ്ടാമത്തത് ടെലികമ്മ്യൂണിക്കേഷൻ ഓതറൈസേഷൻ ഫോർ ക്യാപ്റ്റീവ് ടെലികമ്മ്യൂണിക്കേഷൻ സർവീസസ് റൂൾ 2026. Then telecommunication authorization for provision of miscellaneous telecommunication service rule 2026. അങ്ങനെ 3 റൂൾസ് ആണ് നമ്മുടെ ടെലികമ്മ്യൂണിക്കേഷൻ ആക്ട് 2023 അണ്ടറിൽ വരുന്നത്. അപ്പൊ ഈ റൂൾസിൽ ഗവൺമെന്റ് കുറെ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ആ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒന്ന് ടെലികോം ഓപ്പറേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ചേഞ്ചസ് ആണ്. അപ്പൊ ടെലികോം ഓപ്പറേറ്റേഴ്സിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ലൈസൻസ് സിസ്റ്റം റീപ്ലേസ് ചെയ്തു. ലൈസൻസ് സിസ്റ്റം റീപ്ലേസ് ചെയ്തിട്ട് ഓതറൈസേഷനിലോട്ട് മാറ്റി. അതായത് മുമ്പ് ഒരു ടെലികോം കമ്പനി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ അടുത്ത് നിന്ന് ലൈസൻസ് എടുക്കണമായിരുന്നു. എന്നാൽ ലൈസൻസ് എടുത്താൽ മാത്രമാണ് അവർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ ഇപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്തു, അത് ലൈസൻസിന് പകരം അതൊരു ഓതറൈസേഷനിലോട്ട് മാറ്റി. അതായത് ഗവൺമെന്റിന്റെ അപ്രൂവൽ ഉണ്ടായാൽ മതി. അപ്പോൾ ഈ ഒരു പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്ത് ടെലികോം ഓപ്പറേറ്റേഴ്സിന് സപ്പോർട്ട് ആവുന്ന രീതിയിൽ മാറ്റിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കംപ്ലൈൻസ് മെക്കാനിസം കുറച്ചുകൂടി സിംപ്ലർ ആക്കി മാറ്റി. അപ്പൊ അതുകൊണ്ട് തന്നെ റൂൾസ് എന്താണ് സിംപ്ലിഫൈ ചെയ്തു. അപ്പൊ ഡോക്യുമെന്റേഷൻ, റെഗുലേറ്ററി പ്രൊസീജിയേഴ്സ് ഒക്കെ എന്താണ് വളരെ സിംപ്ലിഫൈഡ് ആയതുകൊണ്ട് തന്നെ ഈ ടെലികോം കമ്പനീസ് അതുപോലെ തന്നെ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിനൊക്കെ എന്താണ് ഓപ്പറേറ്റ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പം ആക്കി മാറ്റി. ദെൻ മൂന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആന്റി സ്പാം എന്താണ് ഒബ്ലിഗേഷൻ ആക്കി മാറ്റി. അതായത് ടെലികോം ഓപ്പറേറ്റേഴ്സിന്റെ ഡ്യൂട്ടി ആക്കി മാറ്റി. അവർ ലീഗലി ബൈൻഡിങ് ആയി. അതായത് ഈ ഒരു സ്പാം കോള് മെസ്സേജസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനുള്ള മെഷേഴ്സ് ടെലികോം കമ്മ്യൂണിറ്റീസ് അവർ തന്നെ ടെലികോം ഓപ്പറേറ്റേഴ്സ് തന്നെ എടുക്കണം. അതൊരു മാൻഡേറ്ററി ആക്കി മാറ്റി. അപ്പൊ ഇത്രയും 3 കാര്യങ്ങളാണ് ടെലികോം ഓപ്പറേറ്റേഴ്സിന് വന്നിട്ടുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ വരുമ്പോൾ എന്താണ് ഗവൺമെന്റിനും പവർ കിട്ടുന്നുണ്ട് ഈ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ ആക്ട് വഴി. ഗവൺമെന്റിന് കിട്ടുന്ന പവർ എന്ന് പറഞ്ഞാൽ ബ്രോഡനിങ് ദ ഡെഫിനേഷൻ ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ. അതായത് മുമ്പ് ടെലികമ്മ്യൂണിക്കേഷൻ മാത്രം എന്നുള്ളതായിരുന്നെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് എന്താണ് ഇന്റർനെറ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ സർവീസിനെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തു. ഇപ്പൊ നമ്മൾ വാട്സപ്പിൽ നോർമല് കോൾ ചെയ്യുന്നത്, വീഡിയോ കോൾ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇന്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ഈ പറയുന്ന ടെലികമ്മ്യൂണിക്കേഷന്റെ അണ്ടറിൽ വന്നു. അതുകൊണ്ട് തന്നെ എന്താണ് ഗവൺമെന്റിന് അതും ടാപ്പ് ചെയ്യാനായിട്ട് പറ്റും. അലോവിങ് ദ ഗവൺമെന്റ് ടു ടേക്ക് കൺട്രോൾ ഓഫ് ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ ഡ്യൂറിങ് നാഷണൽ സെക്യൂരിറ്റി എമർജൻസീസ് ഓർ വാർ. അതായത് വാർ അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി എമർജൻസി വരുന്ന സമയത്ത് ടെലികമ്മ്യൂണിക്കേഷന്റെ ഇൻഫ്രാസ്ട്രക്ചർ അതായത് ഇൻക്ലൂഡിങ് ഇന്റർനെറ്റ് എന്താണ് ഗവൺമെന്റിന് പവർ ഉണ്ട്, അതിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള പവർ കിട്ടി. അതുപോലെ തന്നെ ലോഫുൾ ഇന്റർസെപ്ഷൻസ് അതായത് ഫോൺ ടാപ്പിംഗ് പോലുള്ളതിനുള്ള പവേഴ്സ് കൂടുതൽ ഗവൺമെന്റിന് കിട്ടുന്നു. ദെൻ കണ്ടിന്യൂയിങ് ഓവർസൈറ്റ് ഓവർ ടെലികോം നെറ്റ്വർക്ക് ഫോർ പബ്ലിക് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്താണ് ഗവൺമെന്റിനും ഈ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ ആക്ട് ടെലികോം ആക്ട് 2023 അണ്ടറിൽ കിട്ടുന്നുണ്ട്. ദെൻ ഇതിനകത്ത് കുറെ അൺസർട്ടണിറ്റീസ് നിൽക്കുന്നുണ്ട്. അതായത് ബേസ്ഡ് ഓൺ നമ്മുടെ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് റിലേറ്റഡ് ഒക്കെയാണ്. അതായത് ഈ ഒരു ആക്ട് പ്രകാരം സാറ്റലൈറ്റ് നെറ്റ്വർക്ക് ഇന്റർനെറ്റ് സർവീസിനൊക്കെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും സ്റ്റാർലിങ്ക് പോലുള്ള കമ്പനീസ് എന്താണ് ഗവൺമെന്റിന്റെ ഫൈനൽ അപ്രൂവലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. കാരണം ഓപ്പറേഷണൽ ക്ലാരിറ്റി ഒക്കെ അവർക്ക് വേണം.
ദെൻ ഇംപ്ലിമെന്റേഷൻ നോക്കുന്ന സമയത്ത് സെവറൽ ടെക്നിക്കൽ ആസ്പെക്ട്സ് ആർ സ്റ്റിൽ അവൈറ്റഡ്. അതിന്റെ മെയിൻ എന്ന് പറഞ്ഞാൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ടെക്നിക്കൽ സ്റ്റാൻഡേർഡ്സ്, മൈഗ്രേഷൻ പ്രോസസ് ഫ്രം ഓൾഡ് ലൈസൻസ് ടു ദ ന്യൂ ഓതറൈസേഷൻ റെജീം, ഓപ്പറേഷണൽ ഗൈഡൻസ് ഫോർ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ. ഇതൊക്കെ എന്താണ് ഒരു ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു മൊത്തത്തിലൊരു ക്ലാരിറ്റി കിട്ടാനുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും ഈ ഒരു ആക്ടിൽ വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ നമുക്ക് ഓവറോൾ നോക്കുമ്പോൾ എന്താണ്, ഈ ആക്ടിൽ കുറെ പോസിറ്റീവ് ആസ്പെക്ട് ഉണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ടെലികോം ലോസ് നമ്മൾ മോഡേണൈസ് ചെയ്യാറുള്ളത് 1885 ആ ഒരു ലോ മാറ്റിയിട്ട് നമുക്ക് ഈ ഒരു ലോനെ മോഡേണൈസ് ചെയ്യാൻ പറ്റി. ദെൻ എന്താണ്, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കൊളോണിയൽ ലെജിസ്ലേഷൻ നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റി. ആൻഡ് റെഗുലേറ്ററി കംപ്ലൈൻസ് കാര്യങ്ങൾ എന്താണ് കുറച്ചുകൂടി സിംപ്ലിഫൈ ആക്കി. ദെൻ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എൻകറേജ് ചെയ്യുന്ന രീതിയിലാണ്. അതുപോലെ തന്നെ എന്താണ്, ആന്റി സ്പാം മെഷേഴ്സ് ഒക്കെ സ്ട്രെങ്തൻ ചെയ്യിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് എന്താണ് കൺസേൺസ് ഉണ്ട്. അതായത് ഗവൺമെന്റ് എന്താണ് ഇവിടെ പവർ കൂടി, അതായത് എക്സ്പാൻഡഡ് ഗവൺമെന്റ് പവർ ഓവർ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പ്രൈവസി കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന എല്ലാം ടാപ്പ് ചെയ്യപ്പെടാം എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പ്രൈവസി കൺസേൺസ് റിഗാർഡിംഗ് ഇന്റർസെപ്ഷൻ ആൻഡ് സർവൈലൻസ് ഉണ്ട്. lack of clarity on regulation of internet-based messaging platforms and delay in satellite internet approval could slow innovations ഒക്കെ എന്താണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റിൽ നോക്കുന്നത്. ദെൻ നമ്മൾ നോക്കുന്നത് ഇന്ത്യസ് കോട്ടൺ ഫാമേഴ്സ് നീഡ് ബെറ്റർ സോയിൽ നോട്ട് ജസ്റ്റ് ന്യൂ GM സീഡ്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്പൺ എഡിറ്റോറിയൽ ആണ്. അപ്പോൾ ഇത് നമ്മളൊരു 2 weeks ബിഫോർ കോട്ടൺ പ്രൊഡക്ടിവിറ്റി മിഷനെ കുറിച്ചൊക്കെ എടുത്തിരുന്നു. അത് ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നിട്ടുള്ള ഒരു എഡിറ്റോറിയൽ ആണ്. അപ്പൊ ആ ഒരു എഡിറ്റോറിയലിൽ നമ്മുടെ GM കോട്ടൺ ടെക്നോളജീസ്, അതായത് നമ്മുടെ GM കോട്ടൺ ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അതിനകത്ത് നമ്മൾ പറഞ്ഞു നമ്മൾ കോട്ടൺ പ്രൊഡക്ഷനിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കൺട്രി ആയിരുന്നു. 2023 മുതൽ 13 വരെ ഇന്ത്യയുടെ കോട്ടൺ പ്രൊഡക്ഷൻ വളരെ ഹൈ ആയിട്ട് നിന്നുള്ളൊരു കൺട്രി ആയിരുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, 2013 ശേഷം GM കോട്ടനെ നമ്മൾ ബാൻ ചെയ്തു. അതിനുശേഷമാണ് ഇന്ത്യയുടെ കോട്ടൺ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞത് എന്ന് ആ ഒരു എഡിറ്റർ നമ്മളോട് പറഞ്ഞിരുന്നു. അപ്പൊ ഇതിനെ എന്താ പറയാ, ഡിസഗ്രി ചെയ്യുന്ന ഒരു എഡിറ്റോറിയലാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഓഥർ പറയുന്നത് കേശവ് ക്രാന്തി എന്ന് പറയുന്നത്, അദ്ദേഹം ഒരു സീനിയർ സയന്റിസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു GM ക്രോപ്സ് നമ്മൾ ബാൻ ചെയ്തത് കൊണ്ടാണ് നമ്മൾ കോട്ടൺ പ്രൊഡക്ടിവിറ്റിയിൽ ലോ ആയി എന്ന് പറയുന്നതിന് ഇവിടെ എവിഡൻസ് ഒന്നും ഇല്ല. അപ്പോൾ അതല്ല ആ ഒരു കോട്ടന്റെ ഈൽഡ് കുറയുന്നതിന് കാരണം എന്ന് പറയുന്നത്. ഇപ്പൊ 2023 മുതൽ 13 വരെയുള്ള സമയത്ത് ഇന്ത്യയുടെ കോട്ടൺ പ്രൊഡക്ടിവിറ്റി കൂടി. അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ BT കോട്ടൺ അഡാപ്റ്റ് ചെയ്തു. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നമ്മൾ ചെയ്തത് സ്പ്രെഡ് ഓഫ് ഹൈബ്രിഡ് സീഡ്സ് നമ്മൾ റാപ്പിഡ് ആയിട്ട് നടത്തി. അതുപോലെ തന്നെ എന്താണ്, ഫെർട്ടിലൈസേഴ്സ് യൂസ് നമ്മൾ കൂട്ടി. ദെൻ ഇറിഗേറ്റഡ് ഏരിയാസിന്റെ എക്സ്പാൻഷൻ വന്നു. അതുപോലെ തന്നെ എന്താണ്, ഫാർമേഴ്സ് കൂടുതലായിട്ട് ക്രോപ്പ് മാനേജ്മെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ ഈ കോമ്പിനേഷൻ കാരണമാണ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടിയത്. അല്ലാതെ എന്താണ്, GM ക്രോപ്സ് ഇംപ്ലിമെന്റ് ചെയ്തത് കൊണ്ട് മാത്രം കാര്യം അല്ല. അപ്പൊ എന്തുകൊണ്ടാണ് ആഫ്റ്റർ 2013 നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞത്? അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ സോയിലിന്റെ ഫെർട്ടിലിറ്റി കുറഞ്ഞു. സോയിൽ ഫെർട്ടിലിറ്റി ഡിറ്റീരിയേറ്റഡ്. അതുപോലെ തന്നെ സോയിലുള്ള ഓർഗാനിക് കാർബൺ ലെവൽസ് വളരെ ലോ ആയി, അത് കുറഞ്ഞു വന്നു. മൂന്നാമത് ലാൻഡ് ഡിഗ്രഡേഷൻ എന്താണ് കൂടി. പിന്നെ ക്ലൈമറ്റ് സ്ട്രെസ് എന്താണ് കൂടി വന്നു. ഇപ്പൊ ക്ലൈമറ്റ് സ്ട്രെസ് വേഴ്സൺ ആയി. അതുപോലെ തന്നെ എന്താണ്, ഫാർമേഴ്സിന് ഒരു ലിമിറ്റ് എത്തി. അതായത് അവർക്ക് ഇനി എക്സ്ട്രാ ഇൻപുട്ട് ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഫാർമേഴ്സ് റീച്ച് ദ ലിമിറ്റ് ഓഫ് ഗ്രെയിൻസ് ഫ്രം എക്സിസ്റ്റിംഗ് ഇൻപുട്ട്. അപ്പൊ അവരുടെ റിട്ടേൺ കുറഞ്ഞു. അപ്പൊ അതൊക്കെ വന്നപ്പോൾ അവർ കൂടുതൽ കോട്ടണിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ കുറഞ്ഞു. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കോട്ടൺ പ്രൊഡക്ടിവിറ്റി കുറയുന്നതിന് കാരണം ആയിട്ടുള്ളത്. ദ പ്രോബ്ലം ഈസ് പുവർ സോയിൽ ഹെൽത്ത്, നോട്ട് സിംപ്ലിഫൈ ദ ആബ്സെൻസ് ഓഫ് ന്യൂ GM സീഡ്സ് എന്ന് അവര് മനസ്സിലാക്കി. അപ്പൊ അതാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഇതിന് എവിഡൻസും പറയുന്നുണ്ട്. ഇപ്പൊ FAO ഫുഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ കണക്ക് പ്രകാരം പറയുന്നത് അബൌട്ട് 32% ഓഫ് ഇന്ത്യയുടെ ലാൻഡ് എന്താണ് ഡീഗ്രേഡഡ് ആയിട്ടുണ്ട്. 25% ഓഫ് ലാൻഡ് ഫേസസ് ഡിസർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. സോയിൽ ആൻഡ് ഓർഗാനിക് കാർബൺ ഇൻ മെനി കോട്ടൺ ഗ്രോയിങ് റീജിയൻസ് എന്ന് പറയുന്നത് 0.3 to 0.6% ആണ്. അതായത് മുമ്പത്തെ ഈൽഡ് ലെവൽ എന്ന് പറയുന്നത് 1 to 1.5% ആയിരുന്നു എങ്കിൽ ഇപ്പോൾ 0.3 to 0.6% ആയിട്ട് കുറഞ്ഞു. അപ്പോൾ വിത്തൗട്ട് ഒരു ഹെൽത്തി സോയിൽ എന്താണ്, ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള സീഡ്സ് കൊണ്ട് നമുക്ക് അങ്ങനെ
പ്രൊഡക്ടിവിറ്റി അച്ചീവ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു കോട്ടൺ മിഷൻ സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അതായത് നമ്മുടെ സോയിലിന്റെ ഓർഗാനിക് കാർബണ് നമ്മൾ റീസ്റ്റോർ ചെയ്യണം. അപ്പോൾ നമ്മുടെ റീജനറേറ്റീവ് ആയിട്ടുള്ള അഗ്രികൾച്ചർ വെച്ചിട്ട് സോയിലിന്റെ ഓർഗാനിക് കണ്ടന്റ്സിനെ റീസ്റ്റോർ ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ ന്യൂട്രിയൻസ് മാനേജ്മെന്റ് ചെയ്യണം. അപ്പൊ നമ്മൾ കമ്പോസ്റ്റ്, ബയോചാറ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ന്യൂട്രിയന്റിനെ റീപ്ലനിഷ് ചെയ്യണം. ദെൻ ക്ലൈമറ്റ് റെസിലിയന്റ് ആയിട്ടുള്ള കോട്ടൺ വെറൈറ്റീസ് ഒക്കെ എന്താണ് ഡെവലപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ഇറിഗേഷൻ, വാട്ടർ യൂസ് എഫിഷ്യൻസി ഒക്കെ ഇംപ്രൂവ് ചെയ്യിക്കാം. അതുപോലെ തന്നെ ഇൻക്രീസ് മെക്കനൈസേഷൻ ഫോർ സ്മോൾ ഫാമേഴ്സ് കൊണ്ടുവരാം. സസ്റ്റൈനബിൾ പെസ്റ്റ് മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ സ്ട്രെങ്തൻ ചെയ്യിക്കാം. അതായത് എഗെയിൻസ്റ്റ് പിങ്ക് വോം ഒക്കെ എക്സ്പെഷ്യലി ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്, പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവന്നാൽ മാത്രമാണ് നമുക്ക് കോട്ടൺ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ എക്സ്ട്രാ ഒരു എന്താ പറയാ, ആ ഒരു കോട്ടൺ പ്രൊഡക്ഷൻ മാത്രം, GM ക്രോപ്സ് മാത്രം വെച്ചിട്ട് നമുക്ക് ഒന്നും അച്ചീവ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് അദ്ദേഹം ഈ ഒരു എഡിറ്റോറിയലിൽ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ക്വിക്കായിട്ടൊന്ന് റീക്യാപ്പ് ചെയ്യാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഫിക്സിംഗ് ദ റോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഡിറ്റോറിയൽ ആണ്. അപ്പൊ അതിനകത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കിങ്ങിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ദെൻ യെസ് ആൻഡ് നോ എന്ന് പറഞ്ഞിട്ടുള്ള എഡിറ്റോറിയലിൽ നമ്മൾ ഇന്ത്യയുടെ ഗ്രാമസഭാസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ, കാര്യങ്ങൾ, പാർട്ടിസിപ്പേഷൻ ഒക്കെ കുറവാണ് എന്നുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ദെൻ പിന്നെ നമ്മൾ നോക്കിയത് ഓൺ കർബിംഗ് യങ് അഡൾട്ട്സ് ഓൺ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതിൽ നമ്മുടെ കുട്ടികളിൽ സോഷ്യൽ മീഡിയ ബാൻ ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ നോക്കിയത് ഗവൺമെന്റിന്റെ പുതിയ സെറ്റ് ഓഫ് ടെലികോം റൂൾസ് എന്തെല്ലാമാണ്, അപ്പൊ ടെലികോം ഓപ്പറേറ്റേഴ്സിന് കിട്ടുന്ന പവർ എന്താണ്, ഗവൺമെന്റിന്റെ പവേഴ്സ് എന്തെല്ലാമാണ് ഇൻക്രീസ് ചെയ്തെന്നുള്ള കാര്യങ്ങൾ നോക്കി. ആൻഡ് ലാസ്റ്റ് കോട്ടൺ പ്രൊഡക്ടിവിറ്റി കൂടാനായിട്ട് നമുക്ക് GM ക്രോപ്സ് മാത്രമല്ല സോയിൽ ഫെർട്ടിലിറ്റി, അതുപോലെ തന്നെ ഓർഗാനിക് കാർബൺ എമൗണ്ട് ഒക്കെയാണ് കൂട്ടേണ്ടതുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ബാക്കി ന്യൂസ് ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരയ്ക്കും ബൈ.